സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. 9 മാസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഗർഭഗൃഹത്തിൽ വഹിച്ചുകൊണ്ട് വേദനയോടുകൂടെ പ്രസവിക്കപ്പെടുന്ന ഒരു മാതാവ് യാതൊരു മാതൃകരണയുമില്ലാതെ കപ്പക്കാലയിലും കുരിശത്തൊഴിലിന്റെ കീഴിലും ഓടയിലും തെരുവോരങ്ങളിലുമൊക്കെ ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് യാതൊരു വിധമാകുന്ന മടിയും കൂടാതെ മറ്റൊരു കാമുകനോടൊപ്പം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ലോകം. സാക്ഷരത കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള കൂട്ടക്കൊലകളൊക്കെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷിയിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, പത്രമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ 16, 17, 18 വയസ്സുള്ള യൗവനക്കാരായ കുഞ്ഞുങ്ങൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് ഒത്തവണ്ണം മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്തത് കൊണ്ടും പ്രേമ നൈരാശ്യം കൊണ്ടുമൊക്കെ ഒരു ജാൻ കയറിലും ഒരു കുപ്പി വിഷത്തിലും എവിടെയെങ്കിലും പാലത്തിൽ നാറ്റിലേക്ക് ചാടിയും റെയിൽവേ ട്രാക്കിലുമൊക്കെ ജീവിതം പൊലിഞ്ഞു കളയുന്ന നിഷ്ഠൂരമായിരിക്കുന്ന വിധിയുടെ ഓർമ്മകൾ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പാപമെന്ന ഭീകരമായ സത്യം മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഈ ലോകത്ത് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും അവന്റെ തന്റേടൽ കൊണ്ടും അവനുള്ള സാമ്പത്തിക നന്മകൾ കൊണ്ടുമൊക്കെ മനുഷ്യൻ അനേക കാര്യങ്ങൾ ഈ ലോകത്ത് നേടിയെടുക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? മനുഷ്യൻ എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മനുഷ്യൻ ഒന്നിനകത്തും അലങ്കരിക്കുവാൻ യാതൊരു വകയുമില്ല. പ്രിയമുള്ളവരെ, രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുവാൻ പറ്റുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അത് ദൈവം നമ്മോട് മനസ്സറിഞ്ഞെന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം മരണങ്ങളുടെ പരമ്പരകൾ ഇന്ന് ലോകത്തെ മുഴുവനും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാളവണ്ടി യുഗത്തിൽ കാളവണ്ടി പറഞ്ഞ് 50 പേർ മരിച്ചു എന്നൊരു വാർത്തയുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് മരണങ്ങളുടെ പരമ്പരകൾ ലോകത്തിൽ പൊടുന്നനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 17, 18, 20, 25 വയസ്സിന് പ്രായമുള്ള ചെറുപ്പക്കാരായ ആളുകൾ പെട്ടെന്നുള്ള മരണം വഴിയായി ഈ ലോകത്തുനിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളും കാലൂന്നി നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ട